കേരളത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട കേസിലെ പ്രതി റിയാസ് അബൂബക്കറിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 10 വർഷം കഠിന തടവിന് എൻഐഎ കോടതി വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എബി ചേരുന്നുണ്ട്. എബി, പ്രോസിക്യൂഷൻ വാദം അത് ശരിവച്ചിരിക്കുന്നു കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് എൻഐഎ കോടതി. വിശദാംശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്? ഭദ്ര, ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NIA ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അതിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ നൽകുന്നു. 10 വർഷം കഠിന തടവ്, 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പാണ് വിധി വന്നത്. ഇതിന്റെ ബാക്കി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും 10 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് റിയാസ് അബൂബക്കറിനെ. എന്തായാലും കോടതി NIA ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വിഷയത്തിൽ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ, അതായത് ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുക, ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ UAPA നിയമപ്രകാരമുള്ള 38, 39 വകുപ്പുകൾ, ഒപ്പം തന്നെ ഗൂഢാലോചന കുറ്റം, ഇതെല്ലാം ഇയാൾക്കെതിരെ തെളിയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശേഷം ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. പരമാവധി ശിക്ഷയായിട്ടുള്ള 10 വർഷം ശിക്ഷയാണ് ഇപ്പോൾ ഈ റിയാസ് അബൂബക്കറിന് നൽകിയിരിക്കുന്നത്. ഭദ്ര, തീർച്ചയായും എബി, എന്തായാലും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം, അതായത് ചാവേറാക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു, റിക്രൂട്ട്മെന്റ് സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇയാളുടെ പ്രായം കണക്കിലെടുക്കണമെന്നൊരു വാദം ഈ കേസ് പരിഗണിക്കുന്ന വേളയിലൊക്കെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതൊക്കെ തന്നെ തള്ളിയിരിക്കുന്നു കോടതി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും ആ നിലയ്ക്കുള്ള, അതായത് പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊന്നും തന്നെ കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതിയുടെ പ്രായം പരിഗണിക്കണം, ഒപ്പം തന്നെ പ്രതിയുടെ കുടുംബ പശ്ചാത്തലം പരിഗണിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. ചെറിയൊരു ശിക്ഷ മാത്രമേ നൽകാവുള്ളൂ എന്നുള്ളൊരു ആവശ്യം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത്. NIA അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ തള്ളുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള കേസിൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെയാണ് ഈ പ്രതിക്ക് നൽകിയിരിക്കുന്നത്. 3 കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞിരുന്നത്. ഈ 3 കുറ്റങ്ങൾക്കും പരമാവധി 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു. അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഭദ്ര, അടുത്തൊരു നടപടി എന്തായിരിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട?